ഹായ്, ഹലോ, നമസ്കാരം. അനിരുദ്ധാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 8ാം ദിവസത്തിലേക്ക് കടന്നിരിക്കാനായിട്ടാ. വളരെ സംഭവബഹുലമായിട്ടുള്ള കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ഒരു നല്ലൊരു ദിവസം രാവിലെ തന്നെ നല്ലൊരു സോങ്ങോട് കൂടിയിട്ടാണ് ബിഗ് ബോസ് ഫീഡ് ഉണർന്നത്. രാവിലെ തന്നെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അനീഷിന്റെ കയ്യിലാണ് കിട്ടിയേക്കുന്ന കത്ത്. അത് ആർക്കുള്ളതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ജിസൈലിനുള്ളതാണ് കേട്ടോ. ജിസൈല് ഇപ്പൊ ഇട്ടിരിക്കുന്ന വസ്ത്രം പെട്ടെന്ന് തന്നെ സ്റ്റോർ റൂമിൽ വെച്ച് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള വസ്ത്രം ഇടേണ്ടതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർണിംഗ് ലെറ്റർ ആണ് കേട്ടോ വന്നേക്കുന്നത്. അനീഷ് ആ ലെറ്റർ കിട്ടിയ ഉടനെ തന്നെ ജിസേലിന്റെ അടുത്ത് പോകുന്നു. ജിസേലിന്റെ അടുത്ത് വളരെ ഉച്ചത്തിൽ ഇങ്ങനെ റിപ്പീറ്റ് മോഡില് ഈ കത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിസേലിന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. പുള്ളിക്കാരി കേട്ട് ഞാൻ ഇപ്പൊ തന്നെ മാറ്റിയേക്കാന്നൊക്കെ പറഞ്ഞ് അഡ്രസ് മാറ്റാനായിട്ട് പോകുന്നുണ്ട്. അപ്പം ജിസേലിനെ ഇറിറ്റേറ്റ് ചെയ്യിക്കുക എന്നുള്ള രീതിയിൽ ജിസേലിന്റെ പുറകെ നടന്നിട്ട് ഈ കത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉടനെ തന്നെ ജിസേൽ ആ കത്ത് തട്ടിപ്പറിച്ച് ഓടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ രാവിലെ തന്നെ ജിസേലും അനീഷും തമ്മിലുള്ള ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു ക്രാഷോട് കൂടിയിട്ടാണ് കേട്ടോ ബിഗ് ബോസിൽ രാവിലത്തെ ദിവസം തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മോർണിംഗ് ടാസ്ക് ആണ്. മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തേക്കുന്നത് എല്ലാ സീസണിലും വളരെ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ടാസ്ക് നടക്കാറുണ്ട്. ഒരു 4-5 ആഴ്ചയൊക്കെ കൂടുമ്പോൾ കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു ടാസ്ക് ആണ് റാങ്കിങ് ടാസ്ക് എന്ന് പറയുന്നത്. നല്ല എല്ലാ ബിഗ് ബോസിലും അല്ലെങ്കിൽ മറ്റുള്ള ലാംഗ്വേജിലും മലയാളത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് കേട്ടോ. അത് സെക്കൻഡ് വീക്കിൽ തന്നെ ബിഗ് ബോസ് വെച്ചിരിക്കുകയാണ്. 7ന്റെ പണിയാണല്ലോ, അപ്പം സ്വാഭാവികമായിട്ടും എല്ലാത്തിനും ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പം സെക്കൻഡ് വീക്കിലെ മോർണിംഗ് ടാസ്ക് ആയിട്ടാണ് ഈ റാങ്കിങ് ടാസ്ക് വെച്ചേക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് പണിപ്പുര, അതായത് ഫസ്റ്റ് ഈ ആഴ്ചയിലെ ഫസ്റ്റ് പണിപ്പുര ടാസ്ക് എന്ന് പറയുന്നത്. പണിപ്പുരയിലേക്ക് പോകാനായിട്ട് ഓരോരുത്തർക്കും സമയം, അതായത് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് 20 സെക്കൻഡും സെക്കൻഡ് കിട്ടുന്ന ആൾക്ക് 15 സെക്കൻഡും ബാക്കിയുള്ളവർക്കൊക്കെ 10 സെക്കൻഡ് വീതമായിട്ടുള്ള ഒരു പണിപ്പുര ടാസ്കിനോട് ബന്ധപ്പെട്ടിട്ടുള്ള റാങ്കിങ് ടാസ്ക് ആണ് കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ അനീഷ്, നമ്മുടെ മുൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷ്, ഞാൻ 1ാം സ്ഥാനത്തിന് ഞാനാണ് യോഗ്യൻ, 1ാം റാങ്കിന് ഞാനാണ് യോഗ്യൻ, ഈ വീട്ടിലെ മറ്റുള്ളവരെക്കാളൊക്കെ വളരെ സത്യസന്ധനായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്, മറ്റുള്ളവരൊക്കെ ഭയങ്കര സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും ഒക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് 1ാം സ്ഥാനം വേണമെന്നും പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ ആദ്യ സ്ഥാനം പിടിക്കുന്നുണ്ട്. അനീഷ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അടങ്ങിയിരിക്കുക. നമ്മുടെ അക്ബറും അപ്പാനി ശരത്തും ബിശ്രിയും എല്ലാവരും കച്ചറ കൂടുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും അനീഷ് അങ്ങനത്തെ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവരെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഒരു പേടിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ്. അതായത് ഒരു സോപ്പ് തേക്കലാണ് അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയത്. അതുകൊണ്ട് ഫസ്റ്റും കിട്ടരുത് ലാസ്റ്റും കിട്ടരുത്, ഇടയ്ക്കുള്ള സ്ഥാനം മാത്രമേ അനീഷിന് കൊടുക്കാവൂ എന്നൊരു സ്ട്രാറ്റജിയാണ് മറ്റുള്ളവർ എടുക്കുന്നത് കേട്ടോ. പക്ഷേ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന കാര്യത്തിൽ അനീഷിനെ വെല്ലാൻ മറ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആരും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ 1, 2, 3 പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും മടുത്തു പോകും, അവരൊക്കെ പിൻവാങ്ങും. പക്ഷെ അനീഷിന് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഒരു 20, 30, 50, 100 പ്രാവശ്യം വേണമെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് അത് ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ആവും, ഇറിറ്റേഷൻ ആവും. അപ്പം ആ ഒരു സ്ട്രാറ്റജിയാണ് അനീഷ് വന്ന ദിവസം മുതൽ ഇതുവരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന് അതിന് യാതൊരു മാറ്റവും. എല്ലാവരെയും പ്രൊവോക്ഡ് ആക്കുന്ന തരത്തിൽ, ഇറിറ്റേഷൻ ആക്കുന്ന തരത്തിൽ അയാൾ ഇങ്ങനെ അയാളുടെ ഇതായിട്ടുള്ള തരത്തിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ബാക്കിയുള്ളവർക്കൊക്കെ ഒരു എന്താ പറയാ, എങ്ങനെയെങ്കിലും ഈ ടാസ്ക് ക്യാൻസൽ ആയി പോകരുത്, 1 മണിക്കൂറാണ് ടൈം കൊടുത്തിരിക്കുന്നത്, 1 മണിക്കൂറിന്റെ ഉള്ളിൽ ഇതിനൊരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ ഈ ടാസ്ക് ക്യാൻസൽ ആയി പോകും. അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്നതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ, കുറച്ചുപേരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. എങ്കിൽ അയാൾക്ക് 1ാം സ്ഥാനം കൊടുത്തേക്കാം, 1ാം റാങ്ക് കൊടുത്തേക്കാം, ബാക്കി 10 സെക്കൻഡ് വീതം ബാക്കിയുള്ളവർക്ക് ടാസ്ക് ചെയ്യാൻ കഴിയുമല്ലോ എന്നുള്ള രീതിയിൽ പറയുമ്പോഴും നമ്മുടെ ഈ അനീഷിനേക്കാളും വലിയ മരപ്പൊട്ടന്മാരായിട്ടുള്ള കുറച്ച് ടീമുണ്ട്. അപ്പാനി ശരത്തും അക്ബറും അങ്ങനെയുള്ള കുറച്ച് ടീമുകൾ. അവരൊരിക്കലും ഈ അനീഷിനെ കഴിഞ്ഞ ദിവസം കൂടി ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞതേ ഉള്ളൂ, അനീഷ് കളിക്കുന്ന കളി അല്ലെങ്കിൽ അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ കളിക്കണമെന്ന്. അപ്പം ഇവരെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്, ഒരു 20 സെക്കൻഡ് അല്ലേ, അത് അങ്ങ് പോയെന്ന് വിചാരിക്കാം, എങ്കിലും ബാക്കിയുള്ളവർക്കൊക്കെ 10 സെക്കൻഡ് വീതം കിട്ടില്ലേ, അത് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇനിയിപ്പോ അവന്റെ ഡ്രസ്സ് എടുക്കുകയോ ബാക്കിയുള്ളതിന് ഫുഡ് എടുക്കുകയോ എന്തെങ്കിലും അവന്റെ ഇഷ്ടത്തിന് ചെയ്യട്ടെ, 1ാം റാങ്ക് കൊടുത്തേക്കാം എന്ന് ഷാനവാസും ബാക്കിയുള്ള ഷാരികയും നമ്മുടെ രേണുവും ബാക്കിയുള്ള 1, 2 കുറച്ച് കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ.
പക്ഷെ അക്ബറും അപ്പാനി ശരത്തും മറ്റേ ബിന്നിയൊന്നും സമ്മതിക്കുന്നില്ല. ഇത് വേറെ എന്തോ ബിഗ് ബോസിന്റെ വേറെ എന്തോ സ്ട്രാറ്റജിയാണ്. ഇത് അങ്ങനെ ഒന്നാം സ്ഥാനം അങ്ങേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്തെങ്കിലും പ്രിവിലേജ് കിട്ടും, ഇനി നോമിനേഷൻ ഫ്രീ എങ്ങാനും കിട്ടിപ്പോയാലോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സംഭവം 1 മണിക്കൂർ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോരിന്റെ ഒടുവിലും ഡിസിഷൻ മേക്കിങ്ങിലോട്ട് എത്താൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് ആ ടാസ്ക് തന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പം ഈ ആഴ്ചയിലെ ഫസ്റ്റ് പണിപ്പുര ടാസ്കും ക്യാൻസൽ ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പൊ ഈ ആഴ്ചയിൽ 2 ദിവസമാണ് പണിപ്പുരയിൽ പോയിട്ട് സാധനങ്ങൾ പിക്ക് ചെയ്യാനുള്ള ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നത്. അത് ഈ ആഴ്ചയിലെ ആദ്യത്തെ ദിവസം തന്നെ കോളാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം രണ്ടാമത് ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വാഗ്വാദങ്ങളൊക്കെ നടന്നതിന് ശേഷം ഈ ആഴ്ചയിലെ നോമിനേഷനിലേക്ക് പോകാനായിട്ട്. നോമിനേഷൻ വേറൊരു തരത്തിലാണ്. ഒരു ബിഗ് ബോസ് ഒരു ഇരുട്ടടി കൊടുക്കുകയാണ് കണ്ടസ്റ്റൻസിന്. കാരണം ചൊവ്വാഴ്ചയോ വ്യാഴാഴ്ചയ്ക്കോ ഉള്ളില് ഈ ബിഗ് ബോസിന്റെ അകത്തുള്ള ടാസ്കിന്റെ പെർഫോമൻസ് അനുസരിച്ച് ഒരു 6 പേരിൽ നിന്ന് 2 പേരെ എലിമിനേറ്റ് ചെയ്യും. അതിനായിട്ട് 6 പേരെ തിരഞ്ഞെടുക്കണം. അത് ഞാൻ എന്തുകൊണ്ട് ഈ 6 പേരിൽ ഉൾപ്പെടാൻ പാടില്ല എന്ന് ഒരു പ്രസംഗ രൂപത്തിൽ സ്പീച്ചായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ആ പ്രസംഗത്തിൽ ആരാണോ മോശം, അതായത് ഈ 18 പേര് അല്ല 19 പേരും സ്പീച്ച് നടത്തിയിട്ട് അതിൽ നിന്നും ആരാണോ മോശമായിട്ടുള്ള പ്രസംഗം നടത്തുന്ന ആ 6 പേരെ തെരഞ്ഞെടുത്തിട്ട് അവരുടെ അതിൽ നിന്ന് 6 പേര് നോമിനേറ്റഡ് ആവും. ഇതിൽ നിന്ന് 2 പേര് ഈ ആഴ്ച മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത് കേട്ടോ. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് അത് വല്ലാത്തൊരു ചതിയായി പോയെന്നാണ് എനിക്ക് തോന്നിയത്. വേറെ ഒന്നല്ല, ഇതുവരെയുള്ള ബിഗ് ബോസ് ചരിത്രത്തില് എല്ലാ ആൾക്കാരും പോയിട്ടുള്ളത് ഈ ജനങ്ങളുടെ വോട്ട് കൊണ്ടും അല്ലാതെ നിയമലംഘനം നടത്തിയിട്ട് അടിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വാക്കൗട്ട് നടത്തിയിട്ടുണ്ട് നമ്മുടെ ജാസ്മിൻ. പിന്നെ റോക്കി കൈവച്ചിട്ട് സിജോന്റെ ദേഹത്ത് കൈവച്ചിട്ട് റോക്കി പോകുന്നുണ്ട്. അതുപോലെ റോബിൻ രാധാകൃഷ്ണൻ ഔട്ടായി പോകുന്നുണ്ട്. അതല്ലാത്ത എല്ലാവരും ജനങ്ങളുടെ തീരുമാനത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഔട്ടായി പോയിട്ടുള്ളത്. ആദ്യമായിട്ട് ബിഗ് ബോസ് ചരിത്രത്തിൽ മലയാളം ബിഗ് ബോസ് കേട്ടോ, ഹിന്ദി അത് അങ്ങനെയുള്ള ബിഗ് ബോസിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, എങ്കിലും മലയാളത്തിലും തമിഴിലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായിട്ട് മിഡ് വീക്ക് എവിഷൻ എന്ന് പറയുന്നത് പെർഫോമൻസിന്റെ ബേസിൽ ഔട്ടാക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യോ ഇല്ലെന്ന് ഈ ദിവസങ്ങൾ കഴിഞ്ഞാലേ നമുക്ക് അറിയത്തുള്ളൂ. എങ്കിലും അതൊരു ഭയങ്കര ഷോക്കിംഗ് ആണ് കേട്ടോ. കാരണം ഫിസിക്കലി അല്ലെങ്കിൽ ടാസ്ക് ഒന്നും ചെയ്യാനായിട്ട് വലിയ എന്താ പറയാ ഹെൽത്തി ഇതായിട്ടുള്ള ആൾക്കാരല്ല എല്ലാവരും. ഈ ബിഗ് ബോസ് അങ്ങനെ ജയിക്കുന്ന ഒരു ഗെയിമും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ നോമിനേഷനിൽ വരുന്നത് അല്ലെങ്കിൽ ഈ പ്രസംഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നോമിനേഷനിൽ വരുന്നത് അനീഷ്, രേണുസുതി, നമ്മുടെ വേറെ ആരാണ് വരുന്നത്, 2 സരിക, കലാഭവൻ ശാരികയും പിന്നെ വേറൊരാൾ കൂടിയുണ്ട്, ഷാരിക, രേണുസുതി, ഒണിയൽ സാബു. അങ്ങനെ 6 പേരാണ് കേട്ടോ ഡയറക്റ്റ് മിഡ് വീക്ക് എവിഷനിലോട്ട് പോയിരിക്കുന്നത്. ഇതിൽ ഇവർക്കും എന്തോ ടാസ്ക് ഈ ആഴ്ച 2-3 ദിവസങ്ങളായിട്ട് ഒരു ടാസ്ക് നടത്തുന്നുണ്ട്. ആ ടാസ്കിന്റെ ആരാണ് കറക്റ്റായിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ടാസ്ക് കൃത്യമായിട്ട് ചെയ്യാത്ത ആൾക്കാരിൽ നിന്ന് 2 പേര് ഔട്ടാകും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. പണിയാണോ അതോ ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് ആണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അത് ബിഗ് ബോസിന് മാത്രമേ അറിയത്തുള്ളൂ. എങ്കിലും അത് അങ്ങനെ ഔട്ടാക്കുന്നതിന് ഒരു നീതിയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. കാരണം ബിഗ് ബോസിൽ അങ്ങനെയാണ് വേണ്ടത്. കാരണം ഈ ഒരു ഇതിലൂടെ രേണുസുതിയൊക്കെ ചിലപ്പം ഔട്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊരു പക്ഷേ അവരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരെ എന്താ പറയുക അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് അത് ഭയങ്കര ഒരു നിരാശ നൽകുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ കേട്ടോ ശാരിക അങ്ങനെ സ്പീച്ചിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് വേറെ ഒരു ഒറ്റ ടാസ്കിന്റെ ബേസിൽ ഈ ഷോയിൽ നിന്ന് തന്നെ ഔട്ടായി പോകുന്നത് നമുക്കെന്തോ അക്സെപ്റ്റ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട്. എന്റെ കാര്യമാണ് പറയുന്നത്. എനിക്കെന്തോ അതിൽ ഒരു നീതിയുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പ്രേക്ഷകരുടെ വോട്ടിങ്ങിലൂടെ പുറത്തു പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. 2-3 പേരെ ഔട്ടാക്കാം. അവസാനം വോട്ടിങ്ങിലൂടെ ലാസ്റ്റ് പൊസിഷനിൽ വരുന്ന 2-3 പേരെ ഒരു വീക്കെൻഡിൽ ഔട്ടാക്കുകയോ ചെയ്യാമല്ലോ. അല്ലാതെ ഇങ്ങനെ ഒരു ടാസ്ക് ബേസിൽ ഒരാളെ ഔട്ടാക്കി വിടുന്നത് ശരിയാവത്തില്ല അല്ലെങ്കിൽ നീതിയല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ വീക്ക്ലി
നോമിനേഷനിലേക്ക് വരുന്നു. വീക്ക്ലി നോമിനേഷനിൽ ഏകദേശം എല്ലാവരും, അതായത് ഈ ബിഗ് ബോസ് വീട്ടിലുള്ള ആകെ, അതായത് അഭിശ്രീ മാത്രമാണ് നോമിനേഷൻ ഇല്ലാത്ത കേട്ടോ. ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീസണിലെ സെക്കൻഡ് നോമിനേഷനാണ്. സെക്കൻഡ് നോമിനേഷനിൽ ഏകദേശം അഭിശ്രീ ഒഴികെയുള്ള എല്ലാവരും നോമിനേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതിൽ മിഡ് വീക്കിൽ 2 പേര് പോകുമെന്ന് പറയുന്നുണ്ട്, വീക്കെൻഡിൽ അതുപോലെ 1-2 പേര് പോകാം. അങ്ങനെ സംഭവ ബഹുലമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം ബിഗ് ബോസിയുടെ ഫസ്റ്റ് നോമിനേഷനും റാങ്കിങ് ടാസ്കും രാവിലത്തെ ജിസയിലും അനീഷും തമ്മിലുള്ള അടിയും, അങ്ങനെ കുറച്ച് നല്ല സംഭവ ബഹുലമായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നും. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇവർക്കുള്ള ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എന്താവും, ആരാണ് ഔട്ടാവുക എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു എന്താ പറയാ, നീതിയുക്തമായിട്ടുള്ള ഒരു എവിക്ഷൻ ആവട്ടെ. അത് മിഡ് വീക്ക് ആയാലും വീക്കെൻഡ് ആയാലും നല്ലൊരു എന്താ പറയാ, മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം തോന്നാത്ത തരത്തിൽ നല്ലൊരു എവിക്ഷൻ ആവട്ടെ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. സൈനിങ് ഓഫ്, അനിരുദ്ധ്. ബൈ.